സഫ് കെട്ടുന്നതിനെ കുറിച്ച് അല്പം ചില ഹദീസുകളിൽ പറയാനുണ്ട്. ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ പ്രതിഫലങ്ങൾ കിട്ടപ്പെടുന്നതിന് സഫുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഇൻഷാ അല്ലാഹ് പറയാം. وعن البراء بن عازب رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يتخلل الصف من ناحية إلى ناحية يمسح صدورنا ومناكبنا ويقول لا تختلفوا فتختلف قلوبكم. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖല്ലലു സഫ മിൻ നാഹിയത്തിൻ ഇലാ നാഹിയ. നബി തങ്ങൾ അതായത് മഅ്മൂമികൾ സഫ് വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? വിടവുകളൊക്കെ കൃത്യമാക്കി എല്ലാവരെയും നിർത്തും. അത് നബിയുടെ പതിവായിരുന്നു. അതായത് മദീനത്തെ പള്ളി നിസ്കരിക്കുന്ന സമയത്ത് ഒരാളെ തന്നെ നിശ്ചയിച്ചിരുന്നതിന് വേണ്ടിയിട്ട് സഫ് ക്ലിയറാക്കാൻ വേണ്ടി എല്ലാവരും. കാരണം അത് നമുക്കൊരു സുന്നത്ത് തന്നെയാണ്. ഇപ്പം നബിതങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ സഫുകൾ എന്ത് ചെയ്യും? വിടവുകളൊക്കെ നികത്തുന്നതിന് വേണ്ടി നബിതങ്ങൾ ഒരു ഭാഗം തങ്ങളെ പതിവായിരുന്നു ഒരു ഭാഗം മുതൽക്ക് മറ്റൊരു ഭാഗം വരെ എന്ത് ചെയ്യുക? ജനങ്ങളെ ക്ലിയറാക്കി നിർത്തുക എന്നുള്ളത്. യംസഹ സുദൂറന അതിനെന്ത് ചെയ്യും? നെഞ്ചൊന്ന് തടവും. ആരതാ ഉള്ളിലിരിക്കുന്ന മുമ്പോട്ടേക്കുമ്പോൾ തടയുമ്പോൾ അപ്പോൾ അതെന്ത് ചെയ്യും? തടകി ക്ലിയറാക്കും. മനാക്കിബനാത്തോ ചുമരുകൾ അത് പരസ്പരം എന്ത് ചെയ്യും? അതെല്ലാം ഒരേപോലെ ലെവലാക്കി നിർത്തും. ഇതൊക്കെ നബിതങ്ങളെ പതിവായിരുന്നു. വയഖൂൽ എന്നിട്ട് നബി ഞങ്ങൾ ഈ രൂപത്തിൽ ജനങ്ങളെ അണിയൊപ്പിച്ച് നിർത്തിയതിനു ശേഷം ലാ തഖ്തലിഫു നിങ്ങൾ പരസ്പരം എന്ത് നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞാൽ സഫിൽ നിങ്ങൾ വളഞ്ഞും പുളഞ്ഞും ഒന്നും നിൽക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫതഖ്തലിഫ ഖുലൂബുക്കും നിങ്ങളെ ഹൃദയങ്ങൾ പരസ്പരം ഭിന്നിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് വകാന യഖൂൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ സുഫൂഫിൽ ഉവൽ. ആദരവായ നബി ഞങ്ങൾ പറയാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വമലായികതഹു അവന്റെ മലക്കുകളും യുസല്ലൂന അലാ സുഫൂഫിൽ ഉവലി അതായത് ആദ്യമുള്ള സഫുകളിൽ നിൽക്കുന്നവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യും. മലക്കുകളുടെ പ്രാർത്ഥന അഥവാ മഗ്ഫിറത്തുള്ള റഹ്മത്തുള്ള പ്രാർത്ഥന ചെയ്യും മലക്കുകളിൽ നിന്നുണ്ടാകും. ഒന്നാം സഫ് അതിൻ്റെ തൊട്ടടുത്തുള്ള സഫ് ഇങ്ങനെ ആദ്യമുള്ള സഫുകളിൽ നിൽക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യും? മലായികത്തുൽ കിറാമിൻ്റെ ദുആ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സഫ് പൂർത്തിയായാലേ എന്ത് ചെയ്യുള്ളൂ? രണ്ടാമത്തെ സഫിൽ നിൽക്കുന്നവർക്കും ഈ ദുആ കിട്ടുള്ളൂ. ഒന്നാം സഫ് പൂർത്തിയാവാതെ ചെയ്യില്ല. ആ ദുആ ആർക്കും രണ്ടാം സഫിൽ നിൽക്കുന്നവർക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യമുള്ള സഫുകളൊക്കെ എന്ത് ചെയ്യുക? പൂർത്തിയാക്കി വിടവുകൾ നിർത്തി പരസ്പരം തോളോട് തോളൊരുമിച്ച് വിടവുകളില്ലാതെ എന്ത് ചെയ്യുക? നിർത്തണം. വിടവില്ല നിൽക്കണം എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ശേഷം ഹദീസിൽ വരുന്നുണ്ട് വിടവുണ്ടെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നോ. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال سيدنا عمر بن الخطاب بن عبد الله بن عمر തങ്ങൾ പറയുകയാണ്, അഖീമു സുഫൂഫ നിങ്ങളുടെ സഫുകളൊക്കെ നിങ്ങൾ ചൊവ്വാക്കി നിർത്തണം. ചൊവ്വായി തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ സഫുകളെ നിർത്തണം. വഹാദു ബൈനൽ മനാക്കിബി അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനാക്കിബികൾ ചുവരുകളിലൊക്കെ എന്ത് ചെയ്യുക? സമമാക്കി നിർത്തുക. വസുദ്ദുൽ ഖലല വിടവുകളൊക്കെ നിങ്ങൾ അടയ്ക്കണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ സഹോദരന്മാരുടെ കരങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുക, വഴങ്ങി കൊടുക്കണം. പിശാചുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സഫുകളുടെ വിടവ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് കൊടുക്കരുത്. കാരണം അങ്ങനെയാണ് ഈ സഫിൽ ആദ്യവും കാണുന്നത് ഏറ്റവും വലിയൊരു ഹീനമായ പ്രവൃത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സഫുകളുടെ ഇടയിൽ എന്ത് ചെയ്യരുത്? പിശാചുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ വിടവ് ഇട്ടുകൊടുക്കരുത്. അങ്ങനെ ഇട്ട് റസൂൽ പറയണം വസല ഇനി വിടവുകൾ ഉണ്ടെങ്കിൽ ആ വിടവുകളെ സഫുകൾ വിടവ് വന്ന് ആ സഫുകളെ നിങ്ങൾ ചേർത്താൽ ഒരാളിപ്പോൾ ഒരാൾ അപ്പുറത്തേക്കുന്നു ഒരാൾ ഇപ്പുറത്തേക്കുന്നു വന്നിരിക്കുക എന്ത് ചെയ്യുക? അയാൾ പിടിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കുക. ഇല്ല എന്ത് ചെയ്യുക? രണ്ടിനിടയിൽ എന്ത് ചെയ്യുക? കയറി നിൽക്കുക കറക്റ്റായിട്ട്. ഇങ്ങനെ സഫുകൾ ചേർത്ത് നിന്നാൽ അല്ലാഹു തആല അവനെ ചേർക്കും. അവനെ ചേർക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് നിർത്തും. അതേസമയം സഫിനെ ആരാണ് മുറിക്കുന്നത്? കാരണം അടുത്ത് നിൽക്കുന്ന ആളാരാ നോക്കും? പറ്റിയ ആളായില്ലേ നോക്കും. എന്നിട്ടാണല്ലോ ഈ സഫിൽ അടുക്കുകയും അകലുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഖൽബ് നമുക്കുണ്ടാകാൻ പാടില്ല. ആര് നിന്നാലും ശരി തന്നെ.
ഏത് കുചേരനായാലും കുബേരനായാലും ആരായാലും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ചേർന്ന് നമ്മൾ നിൽക്കുക. അതല്ല നിൽക്കുന്ന ആൾ നമുക്ക് പറ്റാത്ത ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ സഫിനെ മുറിച്ചു നിന്നാൽ അല്ലാഹു തആല അവനെ മുറിക്കേണ്ട എല്ലാ ഭാഗത്തെയും അവൻ അല്ലാഹു മുറിച്ചു മാറ്റുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഫുകളിൽ എങ്ങനെയായാലും നമ്മൾ വരുമ്പോൾ സഫുകൾ ചെയ്യും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചത്. ജമാഅത്തായി നിസ്കരിക്കാൻ വരുമ്പോൾ ചാടി ഓടി പഠിച്ചു വരരുത്. അതുപോലെ തന്നെ വഖാറോടുകൂടി സക്കീനത്തോടുകൂടി സമാധാനത്തിൽ ശാന്തിയിൽ എന്ത് ചെയ്യണം, അങ്ങനെ സഫിൽ നിൽക്കാൻ വരാവൂ. നിസ്കരിക്കാൻ ജമാഅത്തിൽ വരേണ്ടതും അങ്ങനെയാണ്, സമാധാനത്തിൽ. ഇപ്പം ജമാഅത്ത് നഷ്ടപ്പെടും ഓടേണ്ട കാര്യമില്ല. ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചതുകൊണ്ട് ഓട്ടം കൊടുക്കാതെ ഓടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ചാടിപ്പടച്ച് ഉള്ള സുന്നത്തുകൾ നഷ്ടപ്പെട്ട് ഓടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ കൂട്ടി തയ്യാറാകണം. നേരത്തെ കൂട്ടി ഒതു ചെയ്യേണ്ട രൂപത്തിൽ ഒതു ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ പള്ളിയിലെ ജമാഅത്തിന്റെ ആദ്യത്തെ സഫ് പിടിക്കാനും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളാഹ് നഷ്ടപ്പെടാതെ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കാനും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ ശരിയാക്കണം. അതുപോലെ തന്നെ നമ്മുടെ സഫ് നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം. വരുമ്പോൾ തന്നെ നമ്മൾ സഫുകളുടെ ഈ ഭാഗങ്ങളും നോക്കണം. എവിടെയൊക്കെയാണ് ആൾ കൂടുതൽ കുറവ്, എങ്ങനെയൊക്കെയാണ് ആൾ നിൽക്കുന്നത് എല്ലാം നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്തിനാണത്? നമുക്കും ജമാഅത്തിന്റെ കൂലി കിട്ടണം. ജമാഅത്തിന്റെ കൂലി നമുക്ക് നഷ്ടപ്പെടുന്നത് സഫുകൾ ക്ലിയർ അല്ലെങ്കിൽ പിന്നെ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യില്ല, ജമാഅത്തിന്റെ കൂലി കിട്ടൂല, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ നിൽക്കണം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നേരെയാക്കണം സുഫൂഫക്കും നിങ്ങളുടെ സഫുകളെ. ഇത് വേറെ ആളടുത്തല്ല പറഞ്ഞത്, നിസ്കരിക്കാൻ നിൽക്കുന്ന ഓരോരുത്തരോട് പറയാം. എന്നിട്ട് നിങ്ങൾ പരസ്പരം ചെയ്യുക, സഫുകളുടെ അടുത്ത് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ സഫുകളുടെ എന്ത് ചെയ്യുക, അടുത്തടുത്ത് നിൽക്കുക. നിങ്ങളുടെ ചുമരുകൾ പിരടികളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളതെല്ലാം സമമാക്കി നേരെ ചേർത്ത് ചെയ്യുക, നിൽക്കത്തക്ക രൂപത്തിൽ. ഇതെല്ലാം ഒരേ അണിയാണെന്ന് തോന്നണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാം അള്ളാഹുവിന്റെ മുമ്പിൽ അണിനിരക്കുന്നത് എങ്ങനെയാണ്, അതേപോലെയാണ് നിസ്കാരത്തിൽ അണിനിരക്കുന്നത്. ആ രൂപത്തിൽ എന്ത് വേണം, നിങ്ങളുടെ ചുമരുകളും പിരടികളും എല്ലാം കറക്റ്റ് ചെയ്ത് സഫിൽ നിൽക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സത്യം. ഈ കാണുന്ന ശരീരം ആരുടെ അധീനതയിലാണോ ആ ഒരുത്തരെ തന്നെ സത്യം. ഇന്നി, തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്. അശ്ശൈത്താന, പിശാചിനെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ? യദ്ഖുലു മിൻ ഖലരി സഫി, സഫിന്റെ വിടവുകളുടെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പിശാചുക്കൾ പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പിശാചുക്കൾ വരുന്നത് രൂപം എങ്ങനെയാണ്? ആദരവായ റസൂലുള്ളാഹി പറയുന്നു, കഅന്നഹൽ ഹദഫു, ചെറിയ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ പിശാച് നിങ്ങളുടെ സഫിന്റെ ഇടകളിൽ കയറുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിശാചുക്കൾക്ക് വേണ്ടി സഫിന് വിടവിട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അടുത്തടുത്ത് തന്നെ നിൽക്കണം, തോളോട് തോട് ചേർന്ന് നിൽക്കണം, നിങ്ങളെ പിരടികൾ കറക്റ്റാക്കി നിൽക്കണം എന്ന് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, അൻഹു റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അത്തിമു സഫൽ മുഖദ്ദമ, നിങ്ങളുടെ മുമ്പിലുള്ള സഫുകൾ നിങ്ങൾ പൂർത്തിയാക്കണം. ഈ രണ്ടാം സഫിൽ വന്ന് നിൽക്കുന്നവരെ ഒരാളെ ഇവിടെ പറയിപ്പിക്കാൻ ഇടയാക്കരുത്. നമ്മളെന്ത് ചെയ്യണം, സഫ് നോക്കി എല്ലാം ആദ്യത്തെ സഫ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള എത്രാമത്തെ സഫായാലും നമ്മൾ നിസ്കരിക്കാൻ വരുമ്പം നമ്മുടെ മുമ്പുള്ള സഫ് പൂർത്തിയാണോ അല്ലെന്ന് ആദ്യം നോക്കുക. പൂർത്തിയല്ലെങ്കിൽ ആ സഫ് പൂർത്തീകരിക്കേണ്ട ബാധ്യതക്കാണ്, ആ വരുന്നവർക്കാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് അത്തിമു സഫൽ മുഖദ്ദമ, മുഖദ്ദമായ മുമ്പിലുള്ള സഫ് നിങ്ങൾ പൂർത്തിയാക്കുക. സുമ്മൻ നദിയലി, പിന്നെ അതിന്റെ തൊട്ടടുത്ത സഫുകൾ നിങ്ങൾ പൂർത്തിയാക്കണം. എന്നിട്ട് നബികൾ പറയാണ്, ഇനി എന്തെങ്കിലും കുറവുകൾ വരുന്നെങ്കിൽ അത് എവിടെ വരട്ടെ, ഏറ്റവും ലാസ്റ്റ് സഫിൽ വരട്ടെ. അതേസമയം ആ കുറവുകൾ എവിടെ വരാൻ പാടില്ല, മുമ്പിലുള്ള സഫുകളിൽ വരാൻ പാടില്ല. അതുകൊണ്ട് മുമ്പിലുള്ള ആദ്യ സഫുകളെല്ലാം ക്ലിയറായി നിൽക്കത്തക്ക രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിൽക്കണമെന്ന് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن الله وملائكته يصلون على ميامن الصفوف. إن الله തീർച്ചയായും അല്ലാഹുവും
വമലായികത്തുഹു അവന്റെ മലക്കുകളും യുസല്ലൂന അവർ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നു, മലക്കുകൾ മഗ്ഫിറത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ അല്ലാഹു സ്വലാത്ത് ചെല്ലുന്നു എന്ന് അർത്ഥം എന്തുവാ? അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നു, റഹ്മത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ മലായികത്തുകൾ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ആർക്ക്? യുസല്ലൂന അലാ മയാമിനി സുഫൂഫി സഫുകളുടെ വലതു ഭാഗത്ത് നിൽക്കുന്നവരുടെ മേലെ. നീ നാളെ വലതുഭാഗത്ത് പിടിച്ചു. അപ്പോൾ ആദ്യം വല പിടിച്ച് നിൽക്കുക, കൂടിയിട്ടണമെങ്കിൽ. അതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആദ്യം വലന്നിരുത്തിയ വലതുഭാഗം ചോദിച്ചെന്നാൽ എന്ത് ചെയ്യും? അവർക്ക് ആ ദുആ കിട്ടും. വലതുഭാഗം പൂർത്തിയാൽ പിന്നെ അടുത്ത സ്ഥലം പിടിച്ചോളണം. നീ വലതാക്കി അടുത്ത സഫിന് വലതുഭാഗം പിടിക്കാൻ നിൽക്കണ്ട. ഒന്നാം സഫ് പൂർത്തിയായിട്ട് എന്ത് ചെയ്യുക? അടുത്ത സ്ഥലം പിടിക്കുക. അപ്പം ഈ ദുആ എന്തിനാണ്? ആദ്യം വന്ന് നിൽക്കുന്നവർക്ക് അവർക്ക് പ്രോത്സാഹനവും ആ വന്ന് നിൽക്കുന്നവർക്ക് പ്രത്യേകതയാണല്ലേ. അതും അല്ലാഹുവിൻ്റെയും മലായികത്തിൻ്റെയും പ്രത്യേക റഹ്മത്തും മഗ്ഫിറത്തും കൂടെ ദുആ കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതായാലും ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ വലത് സഫിൽ നിൽക്കുന്നവർക്ക് മലായികത്തുൽ കിറാമിൻ്റെ ദുആ ഉണ്ടാകും. അല്ലാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. وعن البراء رضي الله عنه قال كنا إذا صلينا خلف رسول الله صلى الله عليه وسلم അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ ഞങ്ങൾ ഇത് നിസ്കരിക്കാൻ നിന്നാൽ അഹ്ബബിന ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് അന്തക്കൂന നബീനി നബി ഞങ്ങളുടെ വലതുഭാഗത്ത് നിൽക്കാനാണ്. സ്വഹാബത്ത് പറയാം, നബികളുടെ വലതു ഭാഗത്ത് നിൽക്കാനാണ് ഞങ്ങൾ ആദ്യം താല്പര്യപ്പെടുന്നത്. യുക്ബിൽ അലൈനാബിഹി അങ്ങനെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഇമാമ തിരിഞ്ഞിരിക്കുമ്പോൾ വലതുഭാഗത്തിരിക്കുന്നവർക്ക് ആരമുഖം കാണാൻ പറ്റും? ഇമാമിൻ്റെ മുഖം. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇമാമിങ്ങളിൽ ഏറ്റവും മുതവറക്കായ വലിയ നേതാവ് അല്ലാഹുവിൻ്റെ റസൂലാണ്. ആ പരിശുദ്ധ മുഖമൊന്ന് കാണാനും മാത്രമല്ല ആ ഇരുത്തത്തിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. അത് ഞങ്ങളൊന്ന് കേൾക്കാനും വേണ്ടിയായിരിക്കും. എന്താ പ്രാർത്ഥന? റബ്ബിഖ്നി അദാബക യൗമ തബ്അസു തജ്മഉ ഇബാദക. അല്ലാഹുവേ, രക്ഷിതാവായ അല്ലാഹ്, ഖിനി അദാബക ഞങ്ങൾ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളത് എന്ത് ചെയ്യണം? കാക്കണേ അല്ലാഹ്. യൗമ തബ്അസു ഔ തജ്മഉ ഇബാദക നിന്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ എന്ത് ചെയ്യണം? അല്ലാഹുവേ, നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കേൾക്കാൻ വേണ്ടി നമ്മൾ വലതുഭാഗത്ത് എന്ത് ചെയ്യും? ഇരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും തങ്ങൾ പറയുക. എങ്ങനെ വേണം?